മിറിയോട് യാത്ര പറഞ്ഞ് ജോലിക്ക് പോകുന്ന അവളുടെ മാതാപിതാക്കൾ. പൊടുന്നനെ പട്ടണത്തിലുണ്ടാകുന്ന ഒരു ഭൂകമ്പത്തിൽ അവൾക്ക് നഷ്ടമാകുന്നു. ഈ വിവരമറിഞ്ഞ് വിഷമത്തോടെ മിറിയും മുത്തശ്ശനും മുത്തശ്ശിയും മറ്റൊരു ജീവിതം ആരംഭിക്കുന്നു. രംഗം 3. പുതുവർഷം പുലർന്നു, പുതുപുലരി പിറന്നു. പുത്തനുടുപ്പുകളും ബാഗുകളും ഒക്കെയായി മിറിയെ അന്വേഷിച്ചുകൊണ്ട് മിറിയുടെ വീട്ടിലേക്ക് അവളുടെ കൂട്ടുകാർ എത്തുന്നു. രംഗം 4. തെരുവിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന മിറിയെ യാദൃശ്ചികമായി കൂട്ടുകാർ കണ്ടുമുട്ടുന്നു. രംഗം 5. സ്കൂളിൽ മിറിയെ സഹായിക്കുന്നതിന് വേണ്ടി വഴികൾ ആലോചിക്കുന്ന കൂട്ടുകാർ. ഇത് കണ്ടുവരുന്ന അധ്യാപിക. എന്റെ കയ്യിലാകെ 160 രൂപയേ ഉള്ളൂ. നിങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചു പറയണോ? ഇതെന്താ ഇത്രയും പണമോ? എന്തിനാണിത്? നിന്നെ സഹായിക്കാനോ? ഇത് എനിക്കെന്താ? ഞാനും നിങ്ങളുടെ കൂടെ വരാം. രംഗം 6. മിറിയെ സഹായിക്കുന്നതിന് വേണ്ടി കളക്ട് ചെയ്ത ക്യാഷുമായി കുട്ടികൾ അധ്യാപികയോടൊപ്പം മിറിയുടെ വീട്ടിലെത്തുന്നു.
കാഴ്ചയില്ലെങ്കിലും ഇപ്പോൾ മിറിയെ സഹായിക്കുവാനായി ഇവിടെ ഒരുപാട് പേരുണ്ട്. ഇതേപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേർ ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കും. അവരെ എല്ലാവരെയും സഹായിക്കുവാൻ നമുക്ക് കഴിയില്ല. എങ്കിലും നമ്മളുടെ ഒരു ചെറിയ സഹായം അവരെ ഉയരങ്ങളിൽ എത്തിക്കും. മനസ്സിൽ നിഷ്കളങ്കതയുള്ള കുട്ടികളായി വളരാൻ, മനസ്സിൽ നിന്നും നന്മകൾ സൂക്ഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഇതോടുകൂടി ഞങ്ങളുടെ കൊച്ചു നാടകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.